ദിനമാണിത്. ഈ ദിനത്തിൽ ലോകത്തിലെ 700 കോടി ജനങ്ങളോട് ആയുരാരോഗ്യ സമ്പത്തോടെ ജീവിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് നാം എല്ലാവരും ചേർന്ന്. നിരോഗികളായ ലോകക്രമമാണ് ഭാരതം എന്നും ആഗ്രഹിച്ചിരുന്നത്. പണ്ട് വിദ്യാദാനം, അന്നദാനം, അതേപോലെ തന്നെ ആയിരുന്നു ആരോഗ്യദാനവും ചെയ്തിരുന്നവരാണ് നമ്മുടെ പൂർവികർ. ഇതിനൊന്നും സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പോലും നമ്മുടെ സങ്കല്പത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ ലോകക്രമങ്ങളൊക്കെ മാറി വന്നു. അതിനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ലിറ്ററേച്ചർക്കാക്കി എന്നുള്ളതൊക്കെ ഇന്നത്തെ യാഥാർത്ഥ്യം. പക്ഷേ ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട്. ലോകത്തോട് നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ ആരോഗ്യം നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. അത് ആശുപത്രികളിലോ ഡോക്ടർമാരിലോ അല്ലെങ്കിൽ വൈദ്യന്മാരിലോ അല്ല. അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമമാണ് യോഗ ദിനത്തിലൂടെ ഭാരതം ലോകത്തിനു മുമ്പിൽ വയ്ക്കുന്ന സന്ദേശം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലവിധ ബുദ്ധിമുട്ടുകളോടെ പല രോഗങ്ങളോടെ ജീവിച്ചു വരുന്നതാണ് നമ്മൾ ലോക ജനത. പക്ഷേ അതിൽ നിന്നും വിമുക്തമാവണമെങ്കിൽ ഓരോ മനുഷ്യരും സ്വയം ചില ചിട്ടവട്ടങ്ങൾ പാലിക്കണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് യോഗയിൽ കൂടി നടക്കുന്നത്. ഇന്ന് നമ്മളെല്ലാവരും യോഗ ചെയ്തു. പക്ഷേ പലപ്പോഴും നമ്മളെല്ലാവരും അതിൽ ശ്രദ്ധിക്കാതെ പോവുകയോ മറക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെറിയ വേദനകൾ. പക്ഷേ യോഗാചാര്യന്മാരും യോഗ ചരിത്രവും യോഗയുടെ സിദ്ധാന്തമൊക്കെ പറയുന്നത് ഈ വേദനകളെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ആ വേദനകളെ ആസ്വദിക്കുക. അത് വേദനയല്ല, നമ്മുടെ ശരീരം നമുക്ക് തരുന്ന ഒരു നിർദ്ദേശമാണ്. ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ ശരീരത്തിന് ഒരു വലിവ് കുറവാണ്, ഇന്ന സ്ഥലത്ത് ആ ഭാഗത്ത് മടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, ആ ഭാഗത്ത് നിങ്ങളുടെ എല്ലുകൾക്ക് ചെറിയ ക്ഷതമുണ്ട്. ഇത് നിർദ്ദേശം തരികയാണ്. അപ്പോൾ ആ വേദനയെ നമ്മൾ ആർജിക്കുക, വേദനയെ നമ്മൾ സ്വീകരിക്കുക. ആ വേദനയെ സന്തോഷത്തോടെ നമ്മൾ പരിശ്രമത്തോടെ നമ്മൾ പരിഹരിച്ചെടുക്കുക. അതാണ് യോഗ ചെയ്യുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ കാര്യം അടങ്ങില്ല, നമ്മുടെ കൈ വരില്ല. പക്ഷേ നമ്മുടെ കൈയും കാലും വരും. ഈശ്വരൻ നമ്മളെ എല്ലാവരെയും ഒരേപോലെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കണ്ണില്ലാത്തവർക്കും കാലില്ലാത്തവർക്കും ശരീരത്തിന് വിഷമമുള്ളവർക്കും ഒക്കെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് തീരെ ചിലത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ബുദ്ധി കൊണ്ട്, നമ്മുടെ മനസ്സിൻ്റെ നിർബന്ധം കൊണ്ട് ആസ്വദിച്ചാണ് യോഗ ചെയ്യേണ്ടത്. അങ്ങനെ ആസ്വദിച്ച് ചെയ്യുമ്പോൾ ശവാസനം പോലും ഒരു ആസനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ശവാസനം എന്ന് പറഞ്ഞതാണ് ഏറ്റവും കഠിനമായിട്ടുള്ളത്. ആ ശവാസനത്തിലേക്ക് എത്തുന്നത് നമ്മുടെ ഓരോ അംഗോപാംഗങ്ങളെയും ഓർക്കുക. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ അംഗോപാംഗങ്ങളെയും ഓർക്കുക. വിരലിൻ്റെ നഖത്തിൻ്റെ അറ്റത്തെ നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് ആ ഭാഗത്തെ നമ്മൾ മറക്കുവാണ്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കില്ല. അതിന് തൊട്ടപ്പുറയുള്ള ഭാഗമാണ് നമ്മൾ പിന്നെ ആലോചിക്കുക. ആ കാലിൻ്റെ വിരലിലെ ഓരോ മടക്ക്, അതിനെ നമ്മൾ ആലോചിക്കുന്നു. അതിൻ്റെ വേദനകളെ നമ്മൾ തിരസ്കരിക്കുന്നു. ആ വേദനകൾ ഇല്ലാതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ മറക്കുന്നു. അങ്ങനെ ഓരോരോ ശരീരഭാഗങ്ങളും കണ്ണും അവസാനം കണ്ണിലും നമ്മുടെ തലയിലെ രോമകൂപങ്ങളിൽ വരെ നമ്മളെ ഓർമ്മകൾ എത്തുന്നു. അങ്ങനെ ഈ ലോകക്രമവുമായിട്ട് ലോകപ്രകൃതിയുമായിട്ട് നമ്മൾ ലയിക്കുന്ന ഭാവമാണ് ശവാസനം. സുഖമായിട്ട് കിടക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതേപോലെ അത് തിരിച്ചു വരുന്നതും അങ്ങനെ തന്നെയാണ്. ആദ്യം നമ്മൾ എവിടെയാണോ അവസാനം മറന്നത്, ആ അവസാനം മറന്നതിനെ ആദ്യം ഓർക്കണം. ആദ്യം അവസാനം തലയാണ് എല്ലാവരും മറക്കുക. ആ തലയെ നമ്മൾ ഓർക്കണം. തലയുടെ ശരീരഭാഗങ്ങളെ ഓർക്കണം.
നമ്മുടെ പല്ലുകളെ ഓർക്കണം, ആ പല്ലുകളുടെ വൈകൃതങ്ങളെ നമ്മൾ ഓർക്കണം, അതിൻ്റെ സൗന്ദര്യത്തെ നമ്മൾ ഓർക്കണം, എല്ലാം ഓർക്കണം, കഴുത്തോർക്കണം, നമ്മുടെ നെഞ്ചോർക്കണം. അങ്ങനെ എല്ലാ ശരീരഭാഗങ്ങളെയും ഓർത്തോർത്ത് തിരിച്ച് കാലിൻ്റെ അറ്റത്ത് ഓർമ്മ വരുമ്പോഴാണ് ശവാസനം അവസാനിക്കുക. ഏകദേശം 20-23 മിനിറ്റ് വരെ എടുക്കാം. ചില ആൾക്കാർക്ക് അത് വേണ്ട. ഞാൻ ഒരു യോഗയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് സിമ്പിളല്ല, പക്ഷേ നമ്മളെല്ലാവരും അനിവാര്യമായി ശീലിക്കേണ്ടതാണ്. ഇത് ആർക്കും പറ്റും. സാധാരണ തൊഴിലെടുക്കുന്നവർക്ക് പറ്റും, കൈവേലി എടുക്കുന്നവർക്ക് പറ്റും, ഓഫീസിൽ പോകുന്നവർക്ക് പറ്റും, കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നവർക്ക് പറ്റും, ഉറക്കം വച്ചവർക്ക് പറ്റും, കഥകളിക്കാർക്ക് പറ്റും, കലാകാരന്മാർക്ക് പറ്റും, ആർക്കും പറ്റും, ചെറിയ കുട്ടികൾക്ക് പറ്റും. അപ്പം അങ്ങനെ എല്ലാവരാലും എന്നും ചെയ്യുന്ന ഒരു വലിയ കാര്യം ലോകത്തിന് സമർപ്പിച്ചതിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഉടമകളും കൂടിയാണ് നമ്മൾ. അതും കൂടി ഇതിന് പിൻബലം നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു പ്രത്യേക കാര്യം ഓർമ്മിച്ചുകൊണ്ട് എല്ലാ ദിവസവും യോഗ ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹം തരട്ടെ. ഇത് കണ്ടെത്തിയ ആ പതഞ്ജലി മുനി നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം അവസാനിക്കുന്നു. ഭാരത് മാതാ കി ജയ്. ഓ